പ്രിയരെ നമസ്കാരം. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ കൊച്ചിയിൽ ക്രൈസ്തവ മിഷനറിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു വിദ്യാലയത്തിൽ ഇസ്ലാം മത വിശ്വാസിയായ ഒരു പെൺകുട്ടിക്ക് അവരുടെ വസ്ത്രധാരണത്തിൻ്റെ ഭാഗമാണ് എന്ന് അവകാശപ്പെടുന്ന ബുർഖ ധരിച്ചുകൊണ്ട് സ്കൂളിൽ വരുവാനും ക്ലാസ്സിലിരിക്കാനുമുള്ള അവകാശം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ക്രൈസ്തവ മാനേജ്മെൻറ്റിനെതിരെയുള്ള ഒരു പരാതിയും അതിനോട് ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്നിട്ടുള്ള ചർച്ചകളും നമ്മൾ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടാകാം. പക്ഷേ സത്യത്തിൽ ഇവിടെയാണ് മതേതരത്വത്തിൻ്റെ വിദ്യാഭ്യാസ കാഴ്ചപ്പാടുകളെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാനുള്ളത്. മാനേജ്മെൻ്റ് ആയാലും സർക്കാർ തലത്തിലുള്ളതായാലും ഏത് തരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഏത് തരത്തിലുള്ള ഗവൺമെൻറ് സ്ഥാപനങ്ങളും ഗവൺമെൻറ്റിനോട് ബന്ധപ്പെട്ട് ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തികമായ സഹായങ്ങൾ നേടിയെടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളൊക്കെ തന്നെ ഒരു മതേതരമായി മാറണമെങ്കിൽ ആ മതേതരം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയാൽ മതി. മതത്തിൽ നിന്ന് ഇതരമായത് ചെയ്തു അത് മതേതരം എന്ന് പറയുമ്പോൾ അവിടെ ആരാധനാരീതികൾക്ക് യാതൊരു പ്രാധാന്യമില്ല എന്നും അവിടെ മതത്തിൽ നിന്ന് ഉപരിയായ ചില കാര്യങ്ങളാണ് അവിടെ പ്രവർത്തിക്കേണ്ടത് എന്നുമുള്ളതാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. ഈ ഒരു അവസ്ഥയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കുറിതൊട്ടിട്ടോ അല്ലെങ്കിൽ ഹൈന്ദവ കാര്യങ്ങളോട് ബന്ധപ്പെട്ടുള്ള ആരാധനാ രീതിയോട് ബന്ധപ്പെട്ട ആചരണങ്ങളോ അതുപോലെ തന്നെ ക്രൈസ്തവനോട് ബന്ധപ്പെട്ടുള്ള ചില കൊന്തകൾ തൂക്കിയിട്ടോ അതുപോലെ തന്നെ ബുർഖ അല്ലെങ്കിൽ അവരുടെ വസ്ത്രധാരണം ധരിച്ചുകൊണ്ടോ ഇസ്ലാമിക വിശ്വാസപ്രകാരമുള്ള തൊപ്പിയും അതോട് ബന്ധപ്പെട്ട വസ്ത്രധാരണങ്ങളും ധരിച്ചുകൊണ്ടോ വരാനോ വന്നിട്ട് അത് ആചരണം മറ്റുള്ളവർ പ്രകടിപ്പിക്കാനോ അനുവദിക്കാതിരിക്കുക എന്നുള്ളതാണ് ഗവൺമെൻറ് ചെയ്യേണ്ട ഏറ്റവും വലിയ പ്രാഥമിക കടമ. അതിനു പകരം വിദ്യാഭ്യാസ ചുമതലയുള്ള ഒരു ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ ഈ കുട്ടിക്ക് അവിടെ ആ വസ്ത്രധാരണം ധരിച്ചുകൊണ്ട് പ്രവേശനം അനുവദിക്കണമെന്ന രീതിയിലുള്ള ഒരു പ്രചരണം വന്നതും വളരെ ഖേദകരമായിട്ടാണ് വികസനത്തെ ചിന്തിക്കുന്ന മതേതരത്വത്തെ യഥാർത്ഥ വശത്തിലൂടെ ചിന്തിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് നോക്കിക്കാണാൻ കഴിയുന്നത്. ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് കേരളത്തിലെ സമൂഹത്തിൽ സാമൂഹിക ബന്ധങ്ങളെ തകർക്കുന്ന ഇത്തരം വിഷയങ്ങളെ ഒരു പൊതു ഇടമായിട്ട് ചിന്തയായിട്ട് മാറ്റിയെടുക്കേണ്ടത്. പൊതു ഇടങ്ങളിൽ പ്രത്യേകിച്ച് പൊതു ഇടങ്ങളിൽ വസ്ത്രധാരണം ഒരു കോമൺ ലോ കൊണ്ടുവരേണ്ടത് ആവശ്യകതയുടെ ചൂണ്ടിക്കാണിക്കുകയാണ്. നമുക്കറിയാം മതപരമായ ഏത് കാര്യങ്ങൾ നടത്തുമ്പോഴും അത് ക്ഷേത്രത്തിലോ ക്ഷേത്രപറമ്പിലോ അല്ലെങ്കിൽ പള്ളിയിലോ പള്ളിപ്പറമ്പിലോ അല്ലെങ്കിൽ ക്രൈസ്തവ വിഭാഗത്തോട് ബന്ധപ്പെട്ട വിഷയങ്ങൾ അതിലൂടെ അങ്ങനെ തന്നെ നടന്നു പോകണം. അവിടെ നടക്കേണ്ട പള്ളിയിലോ അമ്പലത്തിലോ മറ്റോ നടക്കേണ്ട ആരാധനാക്രമങ്ങൾ നടുറോട്ടിൽ നടത്തുന്നത് ശരിയല്ല എന്നും നമ്മളത് മനസ്സിലാക്കണം. അങ്ങനെ ഒരു ചില ചിന്തകൾ കേരളത്തിൻ്റെ സാമൂഹിക ഭൂമിയിൽ നമ്മൾ ഉൾപ്പെടുത്തിയാലേ ഇനിയുള്ള കാലഘട്ടത്തിൽ സമൂഹം ഒന്നിച്ചു പോവുകയുള്ളൂ. ഏകീകൃത സിവിൽ കോഡിന് വാദിക്കുന്നവർ തീർച്ചയായും ഏകീകൃതമായ വസ്ത്രധാരണത്തിന് വേണ്ടി വാദിക്കേണ്ടിയിരിക്കുന്നു. വികസിത രാജ്യങ്ങളൊക്കെ തന്നെ മതപരമായ ചിഹ്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പൊതു ഇടങ്ങളിൽ സഞ്ചരിക്കുന്നത് പോലും വിലക്കിയ കാലഘട്ടത്തിൽ ആണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ മതപരമായ എല്ലാ കാര്യങ്ങളും അവനവൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളും അത് അവനവൻ്റെ ആരാധനാ രീതികളിലെ ആരാധനാ സ്ഥലങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ഒരു കാര്യമാണ് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുന്നു. നല്ല നമസ്കാരം.